നമസ്കാരം. 1990-ൽ ഇറാഖ് കുവൈറ്റിൽ അധിനിവേശം നടത്തിയതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ഒരു യുദ്ധ കാലഘട്ടമാണ് ഗൾഫ് മേഖലയെ അന്ന് വല്ലാതെ പിടിച്ചു കുലുക്കിയത്. പ്രധാനമായും അന്ന് സൗദി അറേബ്യയും കുവൈറ്റും ഒക്കെ തന്നെയായിരുന്നു ഇറാഖിൻ്റെയും ലക്ഷ്യമായിരുന്നത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അന്ന് അധികം ഇറാഖ് ലക്ഷ്യമിട്ടിരുന്നില്ല. പിന്നീട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ എത്തി ഇറാഖിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും കുവൈറ്റിനെ മോചിപ്പിക്കുകയൊക്കെ ചെയ്തു എങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അന്ന് വരുത്തിയിരുന്നു. ഒരുപാട് പ്രവാസികൾക്ക് നാടുവിട്ട് പോകേണ്ടി വന്നു. പലരും എല്ലാം നഷ്ടപ്പെട്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയെന്നുള്ള അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി ഇപ്പോൾ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അത്തരത്തിലുള്ള ഒരു ആശങ്കയ്ക്ക് വകയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുള്ള സ്ഥിതിക്ക് അവിടേക്ക് തന്നെയാണ് പ്രധാന ലക്ഷ്യമിട്ട് ഇവർ ഈ ആക്രമണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാന് നേരിട്ടിപ്പോൾ ഇസ്രായേലിലേക്കോ അതല്ലെങ്കിൽ അമേരിക്കയിലേക്കോ ഒന്നും തന്നെ ആക്രമണം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ പിന്നെ ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ UAE-യിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം ഏഷ്യൻ വംശജനാണ് എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ബഹ്റിൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ തോതിലുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയിട്ടുള്ളത്. അതുപോലെ സൗദി അറേബ്യയിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഗൾഫിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അമേരിക്ക സൈനിക താവളങ്ങളും ഉണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടേക്കെല്ലാം ആക്രമണം നടത്താനും ഒരുപക്ഷേ ഇറാൻ നേരത്തെ തന്നെ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്ന് വേണം നമ്മളിൽ നിന്ന് മനസ്സിലാക്കാൻ. നേരത്തെയും പലവട്ടം അമേരിക്ക ഇറാനോട് തങ്ങൾ യുദ്ധം ചെയ്യും എന്ന് ആഹ്വാനം നൽകുമ്പോഴൊക്കെ തന്നെ നിങ്ങളുടെ ഗൾഫിലുള്ള എല്ലാ കേന്ദ്രങ്ങളും ഞങ്ങളും ആക്രമിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ തന്നെ വിരോധം സമ്പാദിക്കുക എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയിലേക്ക് അവർ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവർ ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ താവളങ്ങളാണെങ്കിൽ പോലും ഈ അമേരിക്കൻ താവളങ്ങളൊക്കെ തന്നെ അതത് ഗൾഫ് രാജ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇത്രയും വലിയ തോതിലുള്ള ഒരു ആക്രമണം ഇറാൻ നടത്തുമ്പോൾ അതിന് അവർ നാളെ സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഏതായാലും ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൈനിക ശക്തിയിൽ ഇറാൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടി ശക്തരാണ് അവർ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇറാനെ നേരിടുക എന്ന് പറയുന്നത് അത്ര പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുകയില്ല. പക്ഷേ ഗൾഫിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ജീവിക്കുന്ന ആളുടെ സംബന്ധിച്ചിടത്തോളമൊക്കെ തന്നെ ഇത് വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉണർത്തുന്ന സമയമാണ്. ഒപ്പം നാട്ടിലുള്ള അവരുടെ ബന്ധുക്കളുമൊക്കെ തന്നെ ഏറെ ആശങ്കയിലാണ് കഴിയുന്നത്. പക്ഷേ നിലവിൽ അവിടെ ഭയക്കേണ്ട സ്ഥിതിഗതിയൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും ഒരു യുദ്ധഭീതിയിൽ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ നിഴലിലാണ് തങ്ങൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെയുള്ള പ്രവാസികൾക്കുണ്ടാകും. അതുപോലെ ഇവിടെ നിന്ന് ഒരുപാട് പേർ ജോലി തേടി അവിടെ എത്തിയിട്ട് ജോലി ലഭിക്കാത്തവരുണ്ട്. അതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ വിമാനങ്ങൾ പലതും റദ്ദാക്കിയിട്ടുണ്ട്. പലർക്കും അവിടെ ജോലിക്ക് വീണ്ടും അവധി കഴിഞ്ഞ് പോകുന്നവർക്ക് അവിടെ വീണ്ടും ജോയിൻ ചെയ്യാനും ആദ്യമായി ജോലി കിട്ടി പോകുന്നവർക്ക് അവിടെ ആ ഓഫീസിലെത്തി ആദ്യമായി ജോലിക്ക് ചേരാനുമൊക്കെ ഉള്ള ഒരുപാട് അവസരങ്ങൾ ഇതിലൂടെ നഷ്ടമാകുമോ എന്നുള്ള ഒരു സംശയം അവശേഷിക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാന് സമയം നീട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെ എല്ലാവരും കരുതിയിരുന്നത് പൊതുവേ ഇത് ഒരു യുദ്ധം ഒഴിവാകുകയും ഒരു ചർച്ചകളിലൂടെ പരിഹാരമാവുകയും ചെയ്യും എന്ന് തന്നെയായിരുന്നു. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ കൂടി നിർബന്ധം കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇപ്പോൾ അമേരിക്ക കടക്കേണ്ടി വന്നത് എന്ന് തന്നെ വേണം കരുതാൻ. ഇറാനെ ആക്രമിക്കുമ്പോൾ അവിടെ ഖൊമേനി ഉൾപ്പെടെയുള്ള ആർക്കെന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിന് ഒരുപക്ഷെ അമേരിക്ക ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് ഇറാനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അവർ പ്രധാനമായും അമേരിക്ക ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നത് അയത്തുള്ള അലി ഖമേനി എന്ന അവരുടെ പരമോന്നത നേതാവിനെയും അവിടുത്തെ പ്രസിഡൻ്റായ പെഷസ്ക്യാനെയും ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളത് തന്നെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവർ രണ്ടുപേരും ഏതോ സുരക്ഷിത താവളങ്ങളിലേക്ക് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അവർ ടെഹ്റാനിൽ തന്നെ തലസ്ഥാന ടെഹ്റാൻ നഗരത്തിൽ പോലുമില്ല, അവർ മറ്റേതോ സ്ഥലത്ത് ഒളിവിൽ കഴിയുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയായിരിക്കാം അവർ ഇപ്പോഴുള്ളത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപക്ഷെ ഒരു ഭരണമാറ്റം തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മൊസാദും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒക്കെ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുവെന്നാണ്. ഈ ഭരണകൂടത്തെ ഞങ്ങൾ പുറത്താക്കും, എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ അധികാരം കൈമാറുമെന്നാണ്. ഇത് കാത്തിരിക്കുന്ന വലിയൊരു ഭാഗം ജനങ്ങൾ ഇറാനിലുണ്ട്. കാരണം 1979 നടന്ന വിപ്ലവത്തിന് ശേഷം അവിടെ അധികാരമേറ്റ ഈ മതഭരണകൂടം പിന്നീട് കാട്ടിക്കൂട്ടിയത് മുഴുവൻ ക്രൂരതകളുടെ കഥകളായിരുന്നു. ഇപ്പോഴും മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ തന്നെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സാധാരണക്കാരായ ജനങ്ങൾ ഇതിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിലെ വലിയൊരു ശതമാനം ജനതയുടെ പിന്തുണ ഇക്കാര്യത്തിൽ ഇസ്രായേലിനും അമേരിക്കയും കിട്ടുമെന്നുള്ളതും ഉറപ്പാണ്. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം എന്താകുമെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്. കാരണം അവർ കെട്ടിപ്പൊക്കിയ എത്രയോ വർഷത്തെ അധ്വാനം കൊണ്ടവർ കെട്ടിപ്പൊക്കിയ വലിയൊരു സാമ്പത്തിക സ്ഥിതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകമാണ് അവിടെ ഉള്ളത്. അവിടേക്കാണ് ഇപ്പോൾ ഇറാൻ ആക്രമണവുമായി എത്തിയിട്ടുള്ളത്.